രാവിലെ മോർണിംഗ് ടാസ്ക് കൊടുത്ത് ഹൗസ് കത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ്. എല്ലാവർക്കും തിരി കൊളുത്തി വിട്ടിരിക്കുകയാണ്. ജാൻമണിയും ഗബ്രിയും തമ്മിലൊരു വമ്പൻ വഴക്കും ഉണ്ടായി. ഇത് കഴിഞ്ഞിട്ട് സ്ക്രീൻ സ്പേസും ക്യാമറ ഫുട്ടേജും ഉണ്ടാക്കാൻ വേണ്ടി ആരൊക്കെയാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് എന്ന് ഓരോരുത്തരും മുന്നിലോട്ട് വന്നതെന്ന് പറയണം. അതായിരുന്നു ഈ ഒരു ടാസ്ക്. അപ്പൊ ഈ ഒരു ടാസ്കിനിടയ്ക്ക് ഗബ്രി ജാൻമണിയുടെ പേരെടുത്തിട്ടു. ജാൻമണി ഫേക്ക് ആണ് എന്ന് ഗബ്രി എടുത്തു പറഞ്ഞു. ഇത് ജാൻമണിക്ക് ട്രിഗറായി. പുള്ളിക്കാരി പറഞ്ഞതൊന്നും സത്യം പറഞ്ഞാൽ ഗബ്രിക്ക് മനസ്സിലാവാത്ത പോലെ നമുക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ആസാമിലെ ഏതോ ഗോത്രഭാഷ കേട്ടിരിക്കുന്ന ഫീലായിരുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലായി, ഗബ്രി എന്റെ ഭർത്താവല്ല. ഗബ്രിയുടെ അടിവസ്ത്രം കഴുകി കൊടുക്കേണ്ട കാര്യം എനിക്കില്ല, എന്റെ ആവശ്യം എനിക്കില്ല. ഗബ്രി ഇങ്ങനെ ആവശ്യപ്പെട്ടതായിട്ട് നമ്മൾ ലൈവില് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഗബ്രി ജാൻമണിനെ ഫേക്ക് എന്ന് വിളിച്ചു. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നു. ഈ സീസണിലെ ഭൂലോക ഫേക്ക് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ്. കുറച്ചെങ്കിലും റിയൽ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളെ ഫേക്ക് എന്ന് വിളിക്കുന്നത്. ജാൻമണിയുടെ ഗെയിമിനെ ബാധിക്കുന്ന ഒരേ ഒരു കാര്യം ഈ ഒരു ലാംഗ്വേജ് ബാരിയർ മാത്രമാണ്. അതില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മുടെ നാദ്രയ്ക്ക് കിട്ടിയ അതേ പ്രേക്ഷക പിന്തുണ നമ്മുടെ ജാൻമണിക്ക് കിട്ടിയേനെ. ഇപ്പൊ പോലും ഗബ്രിയോട് വഴക്കിടുന്ന സമയത്ത് ഉരുളക്കുപ്പേര് പോലെ ജാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഗബ്രി ഒരു മലയാളിയാണ്, ജാൻ ഒരു മലയാളിയല്ല. അത് ഗബ്രിയുടെ പ്രിവിലേജ് തന്നെയാണ്. അതുകൊണ്ട് ഗബ്രിക്ക് ഡോമിനേറ്റ് ചെയ്യാൻ സാധിച്ചു. ജാൻമണി പക്ഷെ ഇംഗ്ലീഷിൽ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഹൂ ദ ഹെൽ ആർ യു മാൻ, യു ആർ ഫേക്ക്, യു ആർ ദ മാനിപ്പുലേറ്റർ എന്നൊക്കെ പറഞ്ഞ ഇതിനിടയ്ക്ക് ജാൻമണി റൂമിൽ പോയി ഗബ്രിയോടുള്ള ദേഷ്യം ബെഡേലും ബ്ലാങ്കറ്റേലും പില്ലോയിലും ഒക്കെ തീർക്കുന്നുണ്ട് അടിച്ചടിച്ച്. ശരിക്കും ഹാല ഇളകിയിരുന്നു ജാൻമണിക്ക് രാവിലെ തന്നെ ഗബ്രി ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ. ജാൻമണിയുടെ വീക്ക് പോയിന്റുകൾ മനസ്സിലാക്കി തന്നെയാണ് ഗബ്രി രാവിലെ തന്നെ ഈ ഒരു അംഗത്തിന് ഇറങ്ങിയത്. ആ കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.